രാജ്യത്തെ ജനങ്ങൾ പട്ടിണിയിൽ വലയുമ്പോൾ ഭീകരത്താവളങ്ങൾ പുനർനിർമ്മിച്ചും ഭീകരന്മാർക്ക് കോടികൾ നൽകിയും വീട് വെച്ചു കൊടുത്തും അവരെ ആശ്വസിപ്പിക്കുന്ന പാകിസ്ഥാൻ ആർക്കൊപ്പമാണ്? ഇന്ത്യ തകർത്ത ഭീകരത്താവളങ്ങൾ പുനർനിർമ്മിക്കാൻ കോടികൾ ചിലവാക്കുമെന്ന് പാകിസ്ഥാൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ടത് IMF ആണ്. പാകിസ്ഥാൻ കടക്കണിയിൽ നിന്നും രക്ഷപ്പെടാൻ ഫണ്ട് നൽകണം എന്ന അപേക്ഷകൾ IMFന് മുന്നിലുള്ളപ്പോൾ ഭീകരത്താവളങ്ങളും ഭീകരന്മാരുടെ വീടും പുനർനിർമ്മിക്കാൻ പാകിസ്ഥാന് കോടികൾ എവിടെ നിന്ന് വരുന്നു? എന്തടിസ്ഥാനത്തിലാണ് മുരുക്കെ ഭീകര ക്യാമ്പ് പുനർനിർമ്മിക്കാൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്തു കൊടുക്കാമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്? ലഷ്കർ ഇ തോയ്ബയുടെ പ്രധാന പരിശീലന കേന്ദ്രമാണ് മുരുക്കയിലേത്. 2000 മുതൽ ഇവിടെ ലഷ്കർ ഇ തോയ്ബ ഭീകര പ്രവർത്തനങ്ങൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. 82ഓളം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കേന്ദ്രത്തിൽ ഭീകര പ്രവർത്തനങ്ങൾക്കായി പരിശീലനം ഉൾപ്പെടെയുള്ളവ സജീവമാണ്. ഈ ഭീകര കേന്ദ്രത്തിന് ഒസാമ ബിൻ ലാദൻ 10 മില്യൺ രൂപയാണ് ധനസഹായം നൽകിയത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് ഭീകരന്മാരുടെ ഒരു ശൃംഖല തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാകിസ്ഥാനെ പണവും മറ്റും നൽകി പിന്തുണയ്ക്കുന്നു എന്ന് വേണം. ഐക്യരാഷ്ട്രസഭ ഭീകരനായി പ്രഖ്യാപിച്ച ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന് 14 കോടി രൂപയാണ് പാകിസ്ഥാൻ നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ഈ വാഗ്ദാനം നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ തകർത്ത ജെയ്ഷെ ആസ്ഥാനം പുനർനിർമ്മിച്ചു നൽകുമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്ലാമാബാദിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഓരോ വ്യക്തിക്കും പാകിസ്ഥാൻ 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്നാണ് പ്രഖ്യാപനം. മസൂദ് അസറിന്റെ കുടുംബത്തിലെ 14 പേരാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ടത്. ഈ 14 പേരുടെയും നഷ്ടപരിഹാരമായി 14 കോടി രൂപ മസൂദ് അസറിന് നൽകും എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം. ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്ന വീടുകളും സ്ഥാപനങ്ങളും പുനർനിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായാണ് കൊടും ഭീകരന്റെ ഭീകരവാദ കേന്ദ്രവും പാകിസ്ഥാൻ പുനർനിർമ്മിച്ചു നൽകുമെന്ന് അറിയിച്ചിട്ടുള്ളത്. 1999 കാണ്ഡഹാർ വിമാനമറാഞ്ചലിന്റെ പ്രധാന സൂത്രധാരനാണ് മസൂദ് അസർ. 2019 മെയ് മാസത്തിൽ ജെയ്ഷെ ഇ മുഹമ്മദ് തലവനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശത്തിൽ ചൈന വീറ്റോ പിൻവലിച്ചതിനെ തുടർന്ന് UN അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. പഹൽഗാമിലേറ്റ മുറിവിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകുകയായിരുന്നു ഇന്ത്യ. 9 ഭീകര കേന്ദ്രങ്ങളും 100-ലധികം ഭീകരരെയുമാണ് ഇന്ത്യ തവിടുപൊടിയാക്കിയത്. പാക് അധീന കാശ്മീരിലെയും പാകിസ്ഥാൻ പഞ്ചാബിലെയും ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത്. ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകരരുടെ കേന്ദ്രമായ മർക്കസ് സുബ്ഹാൻ അല്ലാഹ്, ബഹവൽപൂർ ലഷ്കർ ഇ തോയ്ബയുടെ പരിശീലന കേന്ദ്രമായ മുരുക്കെ, ചാവേറുകൾക്കും ഭീകരർക്കും പ്രത്യേക പരിശീലനം നൽകുന്ന ഹിസ്ബുൾ മുജാഹിദീന്റെ ഭീകര ക്യാമ്പായ കോട്ലി, ലഷ്കറിന്റെ നിയന്ത്രണത്തിലുള്ള മർക്കസ് അഹ്ലെ ഹദീസ് ബർണാല, ജെയ്ഷെ ഭീകരരുടെ മർക്കസ് അബ്ബാസ്, ഹിസ്ബുൾ മുജാഹിദിന്റെ മസ്കർ റഹീൽ ഷാഹിദ്, ലഷ്കറിന്റെ തന്നെ ഷവായൻ അല്ല എന്ന ഭീകര വളർത്തു കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ഇതിൽ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനും കൊടും ഭീകരനുമായ മസൂദ് അസറിന്റെ പാക് സർക്കാരിന്റെ വക 14 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചിരുന്നു. പുതിയ വീടും ഭീകരർക്ക് നൽകാനായി തീരുമാനമായിരുന്നു. ഇപ്പോഴിതാ ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനമായ മുരുക്കയ്ക്കും കൈയയച്ച് സഹായം നൽകുകയാണ് പാകിസ്ഥാൻ ഫെഡറൽ മന്ത്രി റാണ തൻവീർ ഹുസൈൻ മുദ്രിക്ക സന്ദർശിച്ചിരുന്നു. പാക് സർക്കാർ സ്വന്തം ചെലവിൽ ഈ പ്രദേശം പുനർനിർമ്മിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുവെന്നും ഇയാൾ പറയുന്നു. ഇന്ത്യയുടെ അഭിമാനകരമായ സാങ്കേതിക വിദ്യ ഉടൻ തന്നെ ലാഹോറിലെ ബിലാൽഗഞ്ചിൽ വിൽക്കുന്നത് കാണാൻ സാധിക്കുമെന്നും ഇയാൾ പരിഹസിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ആർമി ചീഫ് ജനറൽ അസിം മുനീറും ഓപ്പറേഷനിൽ തകർന്ന പള്ളിയുടെ പുനർനിർമ്മാണത്തിന് വ്യക്തിപരമായി ധനസഹായം നൽകുമെന്നാണ് ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും കയ്യിൽ കാശില്ല. പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് മുണ്ടുമുറുക്കി കൊടുത്താണ് അവർ ജീവിക്കുന്നത്. അവർ പിച്ചച്ചട്ടിയെടുത്ത് നിൽക്കുകയാണ്. ആ അവസരത്തിലാണ് ഭീകരവാദത്തെ വളർത്താൻ ഇത്രമാത്രം കോടികൾ പാകിസ്ഥാൻ ചിലവഴിക്കുന്നത്. ഇതിന് മാത്രം പണം പാകിസ്ഥാന് എവിടെ നിന്നാണ് എന്ന ചോദ്യത്തിനോടൊപ്പം തന്നെ ഭീകരവാദത്തിന് പൂട്ടിടാൻ പാകിസ്ഥാൻ തയ്യാറല്ല എന്ന വ്യക്തമായ സന്ദേശം കൂടിയാണ് പാകിസ്ഥാൻ നൽകുന്നത്. വിശ്വസിക്കരുത്. പാകിസ്ഥാൻ ഇതുപോലെ വെള്ളം വേണം, കരാർ ലംഘിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയുടെ കാല് പിടിക്കുകയാണ്. അതിനുവേണ്ടി കത്തയച്ചിരിക്കുകയാണ്. ഒരിക്കലും പാകിസ്ഥാനെ ഇക്കണക്കിന് വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.